പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച കൊച്ചി ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന് നാടിന്റെ അന്ത്യാഞ്ജലി. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ കേരളം ഗോവ ഗവർണർമാരും മന്ത്രിമാരും അന്ത്യോപചാരം അർപ്പിച്ചു. വിശദാംശങ്ങളുമായി വിജിത ചേരുന്നു. വിജിത, രാജ്യം കണ്ട ഭീകരമായ ഒരു ഭീകരാക്രമണത്തിന്റെ ഒരു ഇരയായിരിക്കുകയാണ് രാമചന്ദ്രനും. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ദീപ്തി സൂചിപ്പിച്ചതുപോലെ തന്നെ അല്പസമയത്തിനകം തന്നെ വീട്ടിലേക്ക് ഈ ഒരു ചടങ്ങുകളിലേക്ക് അല്ലെങ്കിൽ അന്ത്യ കർമ്മങ്ങളിലേക്കെല്ലാം തന്നെ ചടങ്ങുകളിലേക്കെല്ലാം കടക്കുന്നതിന് വേണ്ടി ഭൗതിക ശരീരം അല്പസമയത്തിനകം തന്നെ ഈ ഒരു ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് എത്തിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം കുറച്ചു സമയം 9 മണിവരെ എന്ന് തന്നെയാണ് പൊതുദർശനം പറഞ്ഞിരുന്നത്. പക്ഷേ രാജ്യത്തിൻ്റെ ഈ ഒരു കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരിക്കലും ഇടപ്പള്ളിയോ കൊച്ചിയോ മാത്രം അറിയുന്ന ഒരാൾ മാത്രമല്ല ഇന്ന് രാമചന്ദ്രൻ. അല്ലെങ്കിൽ രാമചന്ദ്രനെ കാണാൻ വേണ്ടി ആ ഒരു മൃതശരീരം അവസാനമായി ഒരു നോക്ക് കാണാനും അന്തിമോപചാരം അർപ്പിക്കാനുമായി ഒരുപാട് മനുഷ്യരാണ് അവിടെ എത്തിയിരുന്നത്. ഒട്ടും പരിചയമില്ലാത്തവർ മുതൽ കണ്ടു പരിചയമുള്ളവരും അല്ലെങ്കിൽ കണ്ടറിഞ്ഞുമെല്ലാം എത്തിയ ഒരുപാട് പേർ അവിടെ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ അടക്കം താല്പര്യപ്രകാരം തന്നെയാണ് ഇപ്പോൾ 9 മണി എന്നുള്ളതിൽ നിന്നും സമയം മാറുകയും ഏകദേശം 9:30 വരെയൊക്കെ ഒരു പൊതുദർശനം തുടരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എല്ലാം കാര്യങ്ങൾ പോയത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കൊച്ചി ഇടപ്പള്ളിയിലെ വീട്ടിലേക്ക് അന്ത്യകർമ്മങ്ങൾ അല്ലെങ്കിൽ മതപരമായ ചടങ്ങുകളിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഭൗതിക ശരീരം എത്തിക്കും എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെയും ഒരുപാടധികം ആളുകളെല്ലാം തന്നെ വരുന്നുണ്ട്. വീട്ടിലേക്കും ഈ ഒരു ചടങ്ങുകൾ ഈ ഒരു വീട്ടിലേക്കും ഈ ഒരു ഭൗതിക ശരീരം എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാടധികം ആളുകളെല്ലാം വരുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു ആംബുലൻസ് എത്തുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഒരുപാടധികം ആളുകൾ തന്നെയാണ് ഈ ഒരു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവരെല്ലാം തന്നെ ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ എത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈ രാമചന്ദ്രനെ അറിയുന്നവരും അതോടൊപ്പം തന്നെ ഇപ്പോഴും ഇവിടെ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമെല്ലാം കാണാം. അവിടെ എത്തിയതുപോലെ തന്നെ ഇവിടെയും ഈ അത്രയും അടുപ്പമുള്ളവർ അല്ലെങ്കിൽ അത്രയും അറിയുന്നവരാണ് വീട്ടിലേക്ക് എത്തുക എന്നുള്ള കാര്യവും വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടത്തെ എത്തിക്കാനുള്ള ഒരു തീരുമാനമൊന്നും ഇല്ല. എന്തായാലും അത്രയും അറിയുന്നവർ മാത്രമാണ് ഇവിടെ എത്തുക എന്നുള്ള കാര്യമെല്ലാം തന്നെ അറിയിച്ചിരുന്നു. ഇവിടെ ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു ചങ്ങമ്പുഴ പാർക്കിലെത്തി വലിയ രീതിയിലുള്ള അന്ത്യോപചാരം അർപ്പിക്കുന്നതിലേക്ക് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരെല്ലാം തന്നെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും മന്ത്രിമാരായ AK ശശീന്ദ്രൻ, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കൊച്ചി മേയറായിട്ടുള്ള M അനിൽകുമാർ, എറണാകുളം കളക്ടറായിട്ടുള്ള NSK ഉമേഷ്, ജയസൂര്യ തുടങ്ങി നിരവധി പേരാണ് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് ഈ ഒരു ചങ്ങമ്പുഴ പാർക്കിലെത്തിയത്. അതോടൊപ്പം തന്നെ ഈ രാമചന്ദ്രനെ ഒട്ടും അറിയാത്തവരും അറിയുന്നവരും ഒക്കെയായി ഒരുപാടധികം ആളുകൾ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പലരും ഈ ഒരു കേട്ടറിഞ്ഞും അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലുള്ള ഒരു മനുഷ്യനായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ ഇടയിലുള്ള പ്രിയപ്പെട്ട ഒരു മനുഷ്യനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇനി ഇവിടെ ഒരു 11:30 ഒക്കെ ശേഷം 12 മണിയോട് കൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകളിലേക്ക് കൊച്ചി ഇടപ്പള്ളിയിലെ ഈ ഒരു പൊതു ശ്മശാനത്തിലേക്ക് ഈ ഒരു ഭൗതിക ശരീരം കൊണ്ടുപോകും എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ദീപ്തി. വിജിത, തീർച്ചയായും നമ്മൾ ഈ ഒരു വാർത്ത കേട്ടപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നു. ഒരു നടുക്കത്തോടെയാണ് നമ്മൾ ഈ വാർത്ത കേട്ടതും. ആ ഒരു നിമിഷം നമ്മൾ എല്ലാവരും, മലയാളികളടക്കം കേരളത്തിലുള്ള എല്ലാവരും പ്രാർത്ഥിച്ചൊരു കാര്യമാണ്, ഒരു മലയാളി അതിനകത്ത് ഉൾപ്പെടരുത് എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യമാണ്. എന്നാൽ ആ പ്രാർത്ഥനകളെല്ലാം വിഫലമായിട്ട് നമുക്കൊരു വാർത്ത വന്നതാണ്. മലയാളി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, കൊച്ചി എടപ്പള്ളി സ്വദേശി അതിൽ ഈ ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത വന്നത്. അത് നമുക്ക് എല്ലാവർക്കും വളരെയധികം വേദനാജനകമായ ഒരു കാര്യം തന്നെയായിരുന്നു. ഇപ്പോൾ കണ്ണീരോർമ്മകളിലാണ് ഇപ്പോൾ രാമചന്ദ്രൻ്റെ കുടുംബാംഗങ്ങൾ അവിടെയുള്ളത്. അതുപോലെ തന്നെ രാമചന്ദ്രനെ നേരിട്ട് പരിചയമില്ലാത്ത, വിജയ സൂചിപ്പിച്ചതുപോലെ തന്നെ രാമചന്ദ്രനെ നേരിട്ട് പരിചയമില്ലാത്തവരും ഒരു വാർത്തയിലൂടെ മാത്രം ഈ ഒരു വാർത്ത കേട്ട് രാമചന്ദ്രനെ അവസാനമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളാണ്, ആയിരക്കണക്കിന് ആളുകളാണ്, ഇപ്പോൾ സ്ത്രീകളടക്കം വന്നിരിക്കുന്നത്. മന്ത്രിമാരടക്കം ഒട്ടനവധി പേർ അവിടെ എത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ?
ശരിയാണ് ദീപ്തി, പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും പരസ്പരം അറിയുന്ന ഒരു മനുഷ്യനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ നേരിൽ കാണുന്ന, ഒരിക്കലും കൊച്ചിയുടെയോ ഇടപ്പള്ളിയോ മാത്രം അറിയുന്ന ഒരു മനുഷ്യനല്ല ഇന്ന് രാമചന്ദ്രൻ. അതോടൊപ്പം തന്നെ കൊച്ചിക്കാർക്കും ഇടപ്പള്ളിക്കാർക്കുമൊക്കെ അതേപോലെ പ്രിയപ്പെട്ട ഒരു മനുഷ്യൻ കൂടിയാണ്. ഈ കൊച്ചിക്ക് സുപരിചിതമായ ഇടപ്പള്ളിയിലുള്ള ചങ്ങമ്പുഴ പാർക്കിനടക്കം, അല്ലെങ്കിൽ അവിടെയുള്ള പരിപാടികളിലെല്ലാം സ്ഥിരം പങ്കെടുത്തിരുന്ന, വൈകിട്ടുള്ള ഇടവേളകളിലെല്ലാം അവിടെ വന്നിരുന്ന ഒരു മനുഷ്യനാണ് ഈ രാമചന്ദ്രൻ. അതുകൊണ്ട് തന്നെ കൊച്ചിക്കാർക്കെല്ലാം ഒരുപാടധികം പ്രിയങ്കരനായ ഒരു വ്യക്തി കൂടിയാണ്. ആ ഒരു മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ എല്ലാവരുടെയും ഹൃദയത്തിൽ, എല്ലാവർക്കും ഏറ്റ ഒരു മുറിവാണ്. ഒരിക്കലും കൊച്ചിക്കാർക്ക് മാത്രം ഏറ്റ ഒരു മുറിവല്ലല്ലോ ഇത്. കേരളത്തിനെന്ന് പറയാൻ പറ്റും, ഇന്ത്യക്കാർക്കെല്ലാം തന്നെ ഏറ്റ ഒരു മുറിവ് തന്നെയാണ് ഇത്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, ഒരിക്കലും ഈ കൊച്ചി മാത്രമല്ല, കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നെല്ലാം തന്നെ ഒരുപാടധികം ആളുകളാണ് ഇന്ന് ചങ്ങമ്പുഴ പാർക്കിൽ എത്തിയത്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തകരും, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലെല്ലാം തന്നെ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവിടെ എന്ത് കാര്യത്തിനും, ഇടപ്പള്ളിയിലാണെങ്കിലും എന്തൊരാവശ്യത്തിനും പൊതുപ്രവർത്തനത്തിനും എല്ലാം തന്നെ മുന്നിൽ നിന്നിരുന്ന, എല്ലാ കാര്യത്തിനും എപ്പോഴും ഓടിയെത്തിയിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ ഇന്ന് രാമചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി എല്ലാവരുടെയും മനസ്സിൽ തന്നെയാണ്. ഒരു നോക്ക് അവസാനമായി കാണുന്നതിന് വേണ്ടി ഒരുപാടധികം ആളുകൾ തന്നെയാണ് അവിടെ എത്തിയിരുന്നത്. പലർക്കും നമ്മൾ ചോദിക്കുന്ന സമയത്തൊന്നും ഇല്ല, ഞാൻ കേട്ടറിഞ്ഞു വന്നതാണ്, അല്ലെങ്കിൽ അവസാനമായിട്ട് ഒരു പിടി പൂക്കൾ അർപ്പിക്കാൻ ആയിട്ട് എത്തിയതാണ് എന്നുള്ള തരത്തിലുള്ള മറുപടികളൊക്കെ തന്നെയാണ് പലരുടെ അടുത്തും നമ്മൾ ചോദിക്കുമ്പോഴെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാഴ്ചകളൊക്കെ തന്നെയായിരുന്നു ആ ഒരു ചങ്ങമ്പുഴ പാർക്കിലും ഉണ്ടായത്. വലിയ രീതിയിൽ ഒരിക്കലും തോറ്റുകൊടുക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ്. വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും, ഭീകരവാദം തുലയട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടക്കം തന്നെ വിളിച്ച് ആ ഒരു ജനരോക്ഷവും ജനങ്ങളുടെ ആ ഒരു വികാരവും എല്ലാം തന്നെ വലിയ രീതിയിൽ ഉയർത്തുന്ന രീതിയിലുള്ള കാഴ്ചകൾ തന്നെയാണ് ചങ്ങമ്പുഴ പാർക്കിൽ ഉണ്ടായിരുന്നത്. എല്ലാവരും ഒരുപോലെ, ഒരു മതത്തിനോ ഇതൊന്നുമല്ലാതെ, അല്ലെങ്കിൽ രാഷ്ട്രീയ രീതികളൊന്നും, അല്ലെങ്കിൽ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ, മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് ഇന്ന് അവിടെ എത്തി അന്ത്യോപചാരം അർപ്പിക്കുന്ന ഈ ഒരു കർമ്മങ്ങളെല്ലാം തന്നെ നിർവഹിച്ചത്. ഒരുപാട് മനുഷ്യരാണ് ആ മനുഷ്യനെ അവസാനമായി ഒന്ന് കാണാൻ, അവസാനമായി ഇത്തിരി പൂക്കൾ അർപ്പിക്കാൻ വേണ്ടി ആ ഒരു ചങ്ങമ്പുഴ പാർക്കിലെ പൊതുദർശനത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അവിടെയും വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ പോലീസ് സേനയും എല്ലാം ഒരുക്കിയിരുന്നു. കാരണം ഗവർണർ അടക്കം, കേരള ഗവർണറും അതുപോലെ തന്നെ ഗോവ ഗവർണറും എല്ലാം തന്നെ അവിടെ എത്തിയിരുന്നു. അവരും ആ ഒരു അന്ത്യോപചാരം അർപ്പിച്ച് വാക്കുകളിലൂടെ എല്ലാം സാന്ത്വനിപ്പിച്ച് കുടുംബത്തിനെല്ലാം തന്നെ ആശ്വാസമേകുന്ന വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെയാണ് തിരിച്ചു പോയത്. അതോടൊപ്പം തന്നെ നമ്മുടെ ജനപ്രതിനിധികളും, നമ്മുടെ സർക്കാർ പ്രതിനിധികളും എല്ലാം തന്നെ അവിടെ കൃത്യമായിട്ട് എത്തി, കൃത്യമായി അവർക്ക് ആശ്വാസകരമായ വാക്കുകളെല്ലാം പറഞ്ഞ് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ എത്തുമെന്നുള്ള ഒരു കാര്യമാണ്. അതിനുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെയും നടക്കുന്നുണ്ട്. കൃത്യമായിട്ട് പോലീസ് സേനകളെല്ലാം തന്നെ അത് വീക്ഷിച്ച് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം എല്ലാവർക്കും എത്താൻ കഴിയുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു വീട്ടിലെ കർമ്മങ്ങൾക്കൊന്നും ഒരു തടസ്സം വരാത്ത രീതിയിൽ എല്ലാവർക്കും അതെല്ലാം ആ ഒരു കർമ്മങ്ങളിലെല്ലാം നിൽക്കാൻ, അല്ലെങ്കിൽ പങ്കെടുക്കാൻ, ആ ഒരു ഇവിടെയും അനുശോചനം അറിയിക്കാനെല്ലാം കഴിയുന്ന രീതിയിലേക്ക് ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ദീപ്തി, കേരളത്തിൻ്റെ പല ഇടങ്ങളിൽ നിന്നുമുള്ള ആളുകളാണ് രാമചന്ദ്രനെ അവസാനമായി കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. കുടുംബത്തോടൊപ്പം ഒരു വിനോദയാത്ര എന്ന രീതിയിൽ ഒരു ആഘോഷിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനസ്സിന് ഒരു ആശ്വാസം കിട്ടാൻ, അല്ലെങ്കിൽ ഒരു കുടുംബത്തോടൊപ്പം ഒന്ന് ഈ ഒരു അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി മാത്രം പോയതാണ് കാശ്മീരിലേക്ക്. ഇത്തരമൊരു സംഭവം നടക്കുമെന്ന് പോലും ചിന്തിക്കാതെ, മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു കാര്യമായിരിക്കും ഇപ്പോൾ അവരുടെ കുടുംബത്തിന് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുന്നത്. അവരുടെ വേദന എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾക്ക് പറയാൻ പറ്റില്ല. വാക്കുകൾ അതീതമായിട്ടായിരിക്കും അവരുടെ വേദന എന്ന് പറയുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ പറയേണ്ടത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ മകൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിട്ട് സംസാരിച്ചതും, അല്ലെങ്കിൽ ഈ ഒരു മകളുടെ മുമ്പിൽ മകൾ അച്ഛൻ മരണപ്പെടുന്നത് കാണേണ്ട ഒരു സാഹചര്യം വരെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വിഷമം, അല്ലെങ്കിൽ അവരുടെ ഒരു ദുഃഖം എന്ന് പറയുന്നത് നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റാത്ത രീതിയിലുള്ളതായിരിക്കും.
ഈ ഒരു കുടുംബത്തിനൊത്ത് കാശ്മീരിൽ ഒരു വിനോദയാത്രയ്ക്ക് പോയ അദ്ദേഹം ചേതനയറ്റ ശരീരമായിട്ടാണ് മടങ്ങിയെത്തിയത്. അത് തീർച്ചയായും നമുക്ക് ഓരോരുത്തർക്കും ആലോചിക്കുമ്പോൾ തന്നെ ഒരുപാട് വേദന തരുന്ന ഒരു കാര്യം തന്നെയാണ്. വിജിത ഇപ്പോൾ വീട്ടിലേക്ക് മൃതദേഹം എത്തിയതിനു ശേഷം ഉടനെ തന്നെ 12 മണിയാകുമ്പോഴത്തേക്കും നമ്മൾ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവിടെ ഇനി എന്തെങ്കിലും ശുശ്രൂഷകൾ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കുടുംബക്കാർ മാത്രമായിരിക്കും പ്രവേശനം ഉണ്ടാകുക? ഈ വീട്ടിൽ ഇനി മറ്റുള്ളവർക്ക് ഒരു പൊതുദർശനം ഉണ്ടാകാൻ സാഹചര്യമുണ്ടോ? ദീപ്തി, വീട്ടിൽ ഒരു പൊതുദർശനത്തിനുള്ള സാധ്യതയുണ്ട് എന്ന് തോന്നുന്നില്ല. കാരണം ഏറ്റവും അടുത്ത ഉറ്റവരും ഉടയവരുമായ ഏറ്റവും അടുത്ത ആളുകൾ മാത്രം, ബന്ധുക്കൾ മാത്രം, സുഹൃത്തുക്കൾ മാത്രമായിട്ടുള്ള ആളുകൾ മാത്രമാണ് ഈ ഒരു വീട്ടിലേക്ക്, നീരാഞ്ജനം എന്ന ആ ഒരു വീട്ടിലേക്ക് എത്തുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അധികം വൈകാതെ ഏകദേശം ഒരു 12 മണിയോടൊക്കെ കൂടെ തന്നെ ഈ ഒരു ഭൗതിക ശരീരം സംസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ സംസ്കരിക്കുന്ന രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുക. അത് തന്നെയാണ് ആ കുടുംബത്തിൻ്റെയും ഒരു ആഗ്രഹം. ഇപ്പോൾ ഇവിടുത്തെ പ്രവർത്തകരെല്ലാം, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകരെല്ലാം തന്നെയാണ് വലിയ രീതിയിൽ ഒരു മുദ്രാവാക്യമെല്ലാം വിളിച്ച് ഭീകരവാദം തുലയട്ടെ എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്ക് പ്രവേശിക്കുന്നത്. എന്തായാലും ഇവിടെ അധിക സമയം നിർത്താതെ തന്നെ വേഗം ഒരു സംസ്കരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുമെന്നാണ്. ഇപ്പോൾ ഇതാ മൃതദേഹം ഇവിടെ വീട്ടിലേക്ക് എത്തിക്കുകയാണ്. ആംബുലൻസ് വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനനുസരിച്ച് ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷകളെല്ലാം തന്നെ ഇവിടെയുള്ള പ്രാദേശിക പ്രവർത്തകരും ചെയ്യുന്നുണ്ട്. മൃതദേഹം ഇറക്കാനുള്ള ഒരു കാര്യത്തിലേക്കാണ് ഇപ്പോൾ കിടക്കുന്നത്. ആംബുലൻസ് വീടിൻ്റെ തൊട്ടടുത്ത് ഏകദേശം കുറച്ച് ദിവസത്തിലാണ് നീരാഞ്ജനം എന്നുള്ളത്. അതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും മൃതദേഹം വീട്ടിലേക്ക് മാറ്റുകയും മതപരമായിട്ടുള്ള കർമ്മങ്ങളിലേക്ക് കടക്കുകയുമാണ് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മകനാണ് കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. അതിലേക്ക് തന്നെയാണ് ഇനി കാര്യങ്ങൾ കിടക്കുക. എന്തായാലും ഇനി മൃതദേഹം ഇറക്കുക എന്നുള്ളതാണ്, വീട്ടിലേക്ക് കിടത്തുക എന്നുള്ളൊരു കാര്യമാണ് ഇനി ചെയ്യാനുള്ളത്. തുടർന്ന് മതപരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് ശേഷം ഇടപ്പള്ളിയിലെ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കുക എന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായാലും 12 മണിയോട് കൂടി തന്നെ ഈ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ സംസ്കാര ചടങ്ങിലേക്ക് തന്നെ കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരുപാട് സമയം വെക്കരുത് എന്നുള്ള വീട്ടുകാർക്കും അതിനോട് ഒരു താല്പര്യമില്ല. ഒരു ഭൗതിക ശരീരം ഇനിയും വെച്ച് വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊന്നും പോകാൻ തന്നെ വീട്ടുകാർക്കും വലിയ താല്പര്യമില്ല. ഇപ്പോൾ തന്നെ ഒരുപാടധികം ആളുകൾ ഈ ഒരു ചങ്ങമ്പുഴ പാർക്കിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറത്തേക്ക് ജനപ്രവാഹമായിരുന്നു അവിടെ. ഒരിക്കലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിക്കാരോ അല്ലെങ്കിൽ എറണാകുളം മൊത്തമുള്ളവരോ മാത്രമല്ല അവിടെ എത്തിയത്. ആലപ്പുഴയിൽ നിന്നും കോട്ടയത്ത് നിന്നും തുടങ്ങി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും ഇദ്ദേഹത്തെ അവസാനമായി ഒന്ന് കാണാൻ, പൂക്കളർപ്പിക്കാൻ, കണ്ണീരണിയാനൊക്കെയായി ഒരുപാടധികം ആളുകൾ തന്നെയാണ് ഇവിടെ എത്തിയിരുന്നത്. എന്തായാലും അതൊക്കെ കാരണം തന്നെയാണ് 9 മണിക്ക് ഒരു പൊതുദർശനം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു കാര്യത്തിൽ നിന്നത് 9:30 മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വരുന്നവരെല്ലാം തന്നെ ആ ഭൗതിക ശരീരത്തിൽ പൊഴിക്കുന്ന ഒരു സാഹചര്യം വരെ നമ്മൾ കണ്ടതാണ്. അവിടെയുള്ളവരുടെയും കുടുംബ രാജ്യം കണ്ട മറ്റൊരു ഭീകരാക്രമണത്തിൻ്റെ ഇരയായി മാറിയിരിക്കുകയാണ് രാമചന്ദ്രൻ്റെ മൃതദേഹം. അദ്ദേഹത്തിൻ്റെ നിരവധി ആളുകളാണ് അദ്ദേഹത്തിന് അവസാനമായി പങ്കുചേരാനായിട്ട് ഒരു വിനോദസഞ്ചാരത്തിനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരോടൊപ്പം അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടി പോയ അദ്ദേഹമാണ് ചേതനയേറ്റ ശരീരമായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തുന്നത്. വളരെയധികം സന്തോഷത്തോടെ അവധിക്കാലം ആഘോഷിക്കാൻ പോയ
അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ആഘോഷിക്കാൻ പോയ അദ്ദേഹത്തിൻ്റെ ചേതനറ്റ ശരീരമായി അദ്ദേഹം മടങ്ങിയെത്തും എന്നുള്ളത് തികച്ചും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. നമുക്ക് വിശുദ്ധിയിലേക്ക് തന്നെ മടങ്ങിയെത്താം. സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥരടക്കം വലിയ രീതിയിലുള്ള ഒരു ജനപ്രവാഹം ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഈ ഒരു ഭൗതിക ശരീരം ആ വീട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തേണ്ടതുണ്ട്. കൃത്യമായിട്ട് സുരക്ഷിതമായിട്ട് ഈ ആളുകളെ എല്ലാം സുരക്ഷിതമാക്കിക്കൊണ്ട് ഒരു ഭൗതിക ശരീരം അവിടേക്ക് ഒരു തിക്കും തിരക്കും ഒന്നുമില്ലാതെ എത്തിക്കേണ്ടത് ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരടക്കം കടന്നുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഭൗതിക ശരീരം ഈ ഒരു വാഹനത്തിൽ നിന്നും ആംബുലൻസിൽ നിന്നും പുറത്തേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഇറക്കുകയാണ്. അതിനുശേഷം അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. വീട്ടിലെ വെച്ചാണ് മതപരമായിട്ടുള്ള ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. അതിലേക്കാണ് ഇനി ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കടക്കുക. എന്തായാലും ഇപ്പോൾ ഭൗതിക ശരീരം ഇപ്പോൾ തന്നെ വാഹനത്തിൽ നിന്നിറക്കി നേരെ വീട്ടിൽ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് മതപരമായ ചടങ്ങുകളിലേക്കെല്ലാം തന്നെ ഭൗതിക ശരീരം മാറ്റും എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള തിരക്കുമെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഈ ഒരു പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ വലിയ രീതിയിൽ ഇവിടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും അക്കാര്യത്തിൽ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മൃതദേഹം ഇപ്പോൾ പുറത്തേക്ക് എടുക്കുകയാണ്. നീരാഞ്ജനം എന്ന ആ വീട്ടിലോട്ട് ഒരുപാടധികം സന്തോഷത്തോടെ എല്ലാവരും കൂട്ടായി ഒരു കുടുംബം തന്നെ, ഒരു കുടുംബത്തിലാണ് ഇപ്പോൾ ഒരാൾ മാത്രം ഇല്ലാത്ത ഒരവസ്ഥ വന്നിരിക്കുന്നത്. ചേതനയറ്റ ശരീരമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ അടക്കം വളരെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ഇരുന്നിരുന്ന ഒരു മനുഷ്യനാണ് ഇന്ന് ചേതനയറ്റ് നീരാഞ്ജനം എന്ന ആ സ്വർഗരാജ്യത്തേക്ക് ആ ഒരു വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. അത് എത്രത്തോളം ആ ഒരു കുടുംബത്തെ തകർക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അവരുടെ നെഞ്ചിലേറ്റ ഒരു മുറിവ് തന്നെയാണ് ഇത്. ഉണങ്ങാൻ സമയമെടുക്കുന്ന ഒരു മുറിവ് തന്നെയാണ് രാമചന്ദ്രൻ എന്നുള്ള കാര്യത്തിൽ നമുക്കത് ഊഹിക്കാനായിട്ട് കഴിയും. എന്തായാലും മൃതദേഹം ഇപ്പോൾ വീട്ടിലോട്ട് നീരാഞ്ജനം എന്ന വീട്ടിലേക്ക് മാറ്റുന്നതാണ് ഇപ്പോൾ കാണുന്നത്. ദീപ്തി.